പിറവിക്ക് മുമ്പേ തന്നെ ഓരോ മനുഷ്യർക്കും സ്വന്തമെന്ന് പറയാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു വീടുണ്ട്. അമ്മയുടെ ആത്മാവിനോട് ചേർന്ന് കിടക്കുന്ന ആ വീട്ടിൽ നിന്നാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ വൈവിധ്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നത്. ആർക്കും അറുത്തെറിയുവാൻ കഴിയുന്നതല്ല അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹത്തിൻ്റെ പൊക്കിൾക്കൊടി ബന്ധം. മാതൃത്വം എന്ന സൗഭാഗ്യം തിരിച്ചറിയാത്തവർ ജീവിച്ചിരിക്കെ മരിച്ചുപോയവരാണ്. മാതൃസ്നേഹത്തിൻ്റെ വില നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതുതലമുറയ്ക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു അമ്മ നക്ഷത്രം. നമസ്തേ. ആരാ? മനസ്സിലായില്ല. നമസ്തേ, ഞാൻ ശാരദ. കൂടെ വന്നതാരാ? മകനാണോ? മോന, അവന് സ്ഥലം മാറ്റായി. ഒരു 15 ദിവസത്തേക്ക് മാത്രമായിട്ട് വന്നതാണ് കേട്ടോ ഞാൻ. അവൻ എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എന്റെ അഭിപ്രായം കൂടെ ചോദിച്ചിട്ടാണ്. മോൻ എന്ത് ചെയ്യാ? മോനോ, അവന് വലിയൊരു കമ്പനിയിലെ ഉദ്യോഗം. ഇപ്പോ ഉദ്യോഗക്കയറ്റം കിട്ടിയിരിക്കണു. അതോടൊപ്പം സ്ഥലം മാറ്റവും. താമസം ശരിയാവണ വരെ മാത്രം എന്നെ ഇവിടെ ആക്കിയതാ. ഞാൻ പറഞ്ഞതാ അവനോട് ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാന്ന്. അവൻ സമ്മതിച്ചില്ല. പുതിയ വീട് ശരിയായാൽ ഉടൻ വന്ന് കൊണ്ടുപോകും എൻ്റെ മോൻ. അത്രയ്ക്ക് ഇഷ്ടാ അവനും ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒക്കെ. അങ്ങനെയൊക്കെ തന്നെയാ എല്ലാവരും കരുതിയിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം എൻ്റെ മോനെ നല്ല സ്നേഹമുള്ളവനാ. അതെ അതെ. എന്താണ് ഒരു കളിയാക്കുന്നത് പോലെ? നിങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. നിങ്ങൾ അങ്ങനെയാവും അവരെ വളർത്തിയത്. അതുകൊണ്ടല്ലേ ഇപ്പം നിങ്ങൾ ഇവിടെ വന്ന് കിടക്കേണ്ടി വന്നത്. എൻ്റെ മോൻ അങ്ങനെയൊന്നുമല്ല. അവന് 6 വയസ്സുള്ളപ്പോഴാ അവൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത്. ആ വിഷമമൊന്നും അറിയിക്കാണ്ടെയാണ് ഞാൻ അവനെ വളർത്തിയത്. അവൻ്റെ ഓരോ ആഗ്രഹത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. ഇപ്പം കണ്ടില്ലേ എത്ര വലിയ ഉദ്യോഗസ്ഥനായി. എപ്പോഴും നോക്കിയാലും തിരക്കാ. എന്നാലും അമ്മ എന്ന് വെച്ചാൽ അവന് ജീവനാ. സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞാൻ മോനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ മോനെ, അമ്മയാണ്. ഞാൻ കുറച്ച് തിരക്കിലാ. കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. സാരല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഹലോ മോനെ, നീ വീട്ടിലെത്തിയോ അതോ ഓഫീസിൽ തന്നെയാണോ? ഞാൻ ഓഫീസിലാ. അയ്യോ, ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞല്ലോ തിരക്കിലാന്ന്. ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാ. എന്ത് പറഞ്ഞു നിങ്ങളുടെ മോൻ? അവൻ എപ്പോഴും തിരക്കാ. പാവം, ഒരു ഒഴിവുമില്ല. നേരത്തിനൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുമായിരിക്കും എൻ്റെ കുട്ടി. തിരക്ക് തന്നെ തിരക്ക്. ഇനിയിപ്പോ ഇവിടെയൊക്കെ തന്നെ കാണുമായിരിക്കുമല്ലേ? തിരക്ക് കഴിഞ്ഞാ അവൻ എന്നെ എന്തായാലും വിളിക്കും. കണ്ടറിയന്നെ വേണം. ആദ്യമൊക്കെ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ആ വിളിക്കായി കാത്തിരിക്കും. ദിവസവുമുള്ള വിളി ആഴ്ചകൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ഒക്കെ വഴി മാറി. ഇപ്പൊ വിളിക്കാറേ ഇല്ല. കൊല്ലം 10 ഞാനിവിടെ വന്നിട്ട്. ഇപ്പോ അതൊക്കെ ഒരു ശീലായി. ആരും വരാറുമില്ല, വിളിക്കാറുമില്ല. മോനും മോളും കുടുംബത്തോടൊപ്പം സുഖമായിരിക്കണേന്ന് മാത്രമാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. തനിക്ക് താനും പുരക്കി തോണും മാത്രമേ ഉള്ളൂ എന്ന് കാലം പഠിപ്പിച്ചു. ഇനിയുള്ള കാലം കൊച്ചു കൊച്ചു ദുഃഖങ്ങളും സന്തോഷവും ഒക്കെയായി ഇവിടെ അങ്ങ് കൂടാം. ഏയ് വേണ്ട, എൻ്റെ മോൻ എന്നെ പൊന്നുപോലെ നോക്കും. വീട്ടിൽ ഞാൻ തനിച്ച് നിൽക്കണത് അവന് സഹിക്കില്ല. അതുകൊണ്ട് അവൻ തന്നെ പറഞ്ഞതാണ് ഇവിടെ വന്ന് നിന്നോളാൻ. അവൻ പറഞ്ഞതാ ശരി. എനിക്ക് മാത്രമായിട്ട് എന്തിനാ ഇത്രയും വലിയ വീടും പറമ്പൊക്കെ?
ആരാ അത് നോക്കി നടത്താൻ? അവിടെ അവന് വലിയ പൈസ ചെലവാണത്രേ. അവൻ ബുദ്ധിമുട്ടണത് എനിക്ക് കാണാൻ വയ്യ. ദാ ഇത് കണ്ടോ? എൻ്റെ മോൻ പഠിക്കണ കാലത്ത് എനിക്ക് വാങ്ങി തന്നതാ പിറന്നാൾ സമ്മാനം. പൊന്നുപോലെ ഞാനിത് ഇന്നും സൂക്ഷിക്കുക. എവിടെ പോകുമ്പോഴും ഞാനിത് ഒപ്പം കൊണ്ടുപോകും. അവൻ ദൂരെയല്ല, എൻ്റെ കൂടെ തന്നെയാണെന്നൊരു തോന്നലാ അപ്പോ. പഠിക്കുന്ന കാലത്ത് ജോലി കിട്ടിയ ശേഷോ? നിങ്ങൾക്ക് എൻ്റെ മോനെ ശരിക്കും അറിയാത്തോണ്ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ അവസ്ഥ തന്നെ എനിക്കെന്നാണോ നിങ്ങൾ കരുതിയേ? അയ്യോ, അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തങ്ങൾ മക്കളെ സ്നേഹിക്കുന്ന പോലെ തിരിച്ചും സ്നേഹം കിട്ടണമെന്നാണ് എല്ലാ അച്ഛനമ്മമാരും കരുതുന്നത്. സ്വന്തം കാലിൽ നിൽക്കാനായ പിന്നെ അവർക്ക് ആരും വേണ്ടല്ലോ. അവരായി അവരുടെ പാടായി. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നമ്മൾ വളർത്തിയവരല്ലെങ്കിലും മക്കളെ പോലെ നമ്മെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെയുണ്ട്. പിന്നെ തുല്യ ദുഃഖിതരായ നമ്മളെപ്പോലുള്ളവരും ഉണ്ട്. ഒട്ടും സാധിക്കാത്ത കാര്യത്തെ നമ്മൾ കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയുള്ള കാലം നമുക്ക് ഇവിടെ കൂടാം. അയ്യോ, അതെനിക്ക് ചിന്തിക്കാനേ വയ്യ. മോനും എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം തന്നെ എങ്ങനെയാ അവിടെ കഴിച്ചു കൂട്ടിയതെന്ന് എനിക്കേ അറിയൂ. ഞാനൊരു 15 ദിവസത്തേക്ക് മാത്രമായിട്ടാ ഇവിടെ വന്നേ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും. ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ? അതേ, ഇന്ന് എൻ്റെ മോൻ വരും എന്നെ കൊണ്ടുപോവാൻ. എത്ര നാളായി അവനെയും ഭാര്യയും കുട്ടികളെയും ഒക്കെ കണ്ടിട്ട്. ഞാൻ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എപ്പോഴാ വരുന്നതെന്ന് അറിയില്ലല്ലോ. ഹലോ, ഞാൻ അമ്മയെ വിളിക്കാനിരിക്കായിരുന്നു. ഓഫീസിൽ നല്ല തിരക്കുള്ള സമയാ. കുറച്ച് ദിവസം കൂടി അമ്മ അവിടെ തന്നെ നിൽക്ക്. അവിടെ പ്രയാസമൊന്നുമില്ലല്ലോ. അവിടെ ആവുമ്പോ അമ്മയെ പോലുള്ള കുറെ പേരുണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ ഞങ്ങൾ ഓഫീസിലും കുട്ടികൾ സ്കൂളിലും പോയാ അമ്മ തനിച്ചിരിക്കണ്ടേ. എന്റെ തിരക്ക് കഴിഞ്ഞ് ഞാൻ ഉടൻ വന്ന് കൂട്ടിക്കോളാം. മോനെ, അത് പിന്നൊരു കാര്യം, അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശല്യം ചെയ്യണ്ട. വിശേഷിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്നാ ശരി, ഓക്കെ. എനിക്കറിയാം ഇതിങ്ങനെയൊക്കെ വരുള്ളൂ എന്ന്. കൊല്ലം കുറേ ആയില്ലേ ഞാനിത് കാണുന്നു. ഞാൻ ഒന്നുകൂടി അവനെ വിളിക്കട്ടെ. ഹലോ ഹലോ. നാശം, എന്താ വേണ്ടത്? മോനെ, ഇന്നേക്ക് 15 ദിവസമായി ഞാനിവിടെ എങ്ങനെ. എനിക്കറിയാതെ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഒഴിവ് കിട്ടുന്നില്ല. എപ്പോഴും തിരക്കാ.
അമ്മേ, അയ്യോ, ഹാവ്. അമ്മേ, ഫോട്ടോ. ശാരദ, കാലം നാളെ വലിയ നരകങ്ങൾ ഒരുക്കി വയ്ക്കും. അവരുടെ കണ്ണുനീരോളം ചൂടില്ലെങ്കിലും ആ നരകത്തീയിൽ നിന്നും ഒരു മോക്ഷം നിങ്ങളെ തേടിയെത്തില്ല.